ഒടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പാച്ചുവും ഗോപാലനും കൂടി ഡൽഹിയിലെത്തി. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി നാളെ പ്രഖ്യാപിക്കാനാണ് സുധാകരനും വി ഡി സതീശനും ഡൽഹിയിലെത്തിയത്. ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളുമായി പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം നാളെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. വയനാട്, ആലപ്പുഴ, തൃശൂർ, പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. മറ്റിടങ്ങളിൽ സിറ്റിംഗ് എം പിമാർ തന്നെയാണ് മത്സരിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്ന സൂചന കിട്ടിയതോടെ സീറ്റ് പിടിക്കാൻ നേതാക്കൾ നെട്ടോട്ടമാണ്. UDF കൺവീനർ MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ, ആര്യാടൻ ഷൗക്കത്ത്, ആലിപ്പറ്റ ജമീല, ഇങ്ങനെ നീളുന്ന സ്ഥാനാർത്ഥി മോഹികളുടെ പട്ടിക. സുധാകരൻ്റെ നോമിനിയായാണ് ജമീല പട്ടികയിൽ കയറിക്കൂടിയത്. വയനാട്ടിലെ മത്സരം BJP പ്രചാരണ ആയുധമാക്കുമെന്നതും UP യിലെ സഖ്യസ്ഥിതി മെച്ചപ്പെട്ടതുമാണ് രാഹുലിനെ അവിടെ മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് UP യിൽ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ വൻപിച്ച സ്വീകരണമാണ് നൽകിയത്. അന്ന് രാഹുലും പ്രിയങ്കയും UP യിൽ മത്സരിക്കണമെന്ന് ചർച്ച നടന്നതായി കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കർണാടകത്തിലോ തെലങ്കാനയിലോ ഒരു സീറ്റിൽ കൂടി മത്സരിക്കാനും രാഹുലിന് പരിപാടിയുണ്ട്. ഇക്കാര്യങ്ങൾ നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് സുധാകരൻ കടുംപിടുത്തം പിടിച്ചതിൻ്റെ ലക്ഷ്യം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് മത്സരിക്കാനാണ്. ഇക്കാര്യത്തിലൊരു ഉറപ്പും ഹൈക്കമാൻഡ് നൽകിയിട്ടില്ല. പത്തനംതിട്ടയിൽ ആന്റോ ആൻ്റണിയും തൃശ്ശൂരിൽ TN പ്രതാപനും ജയിക്കാൻ സാധ്യതയില്ലെന്ന് നേതൃത്വത്തിന് തന്നെ റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിലാണ് ആ മണ്ഡലങ്ങളിൽ പുനരാലോചന നടക്കുന്നത്. എന്നാൽ 2 സിറ്റിംഗ് MPമാരെ മാത്രം മാറ്റി നിർത്തുന്നത് പ്രശ്നമാകുമോ എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ഒരാശങ്ക ഈ 2 സ്ഥാനാർത്ഥികൾക്കും ഉള്ളതുകൊണ്ട് ഇരുവരും ചുവരെഴുത്തും പ്രചാരണങ്ങളുമൊക്കെയായി മണ്ഡലത്തിൽ സജീവമായി. ഏതായാലും പാച്ചുവും ഗോപാലനും കൂടി നല്ലൊരു പട്ടിക പുറത്തിറക്കുമെന്നാണ് വിശ്വാസം.